ഇടിച്ചക്കൊക്കെ വീട്ടിലുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കത് തൊലി ചെത്താനുള്ള ബുദ്ധിമുട്ട് കാരണം മടിയായിരിക്കില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇടിച്ചക്കയുടെ തൊലി എങ്ങനെയാണ് എളുപ്പത്തിൽ മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഇടിച്ചക്ക മുഴുവനായിട്ടില്ല കേട്ടോ, ഒന്നിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇടിച്ചക്കയുടെ ഞെട്ടി ഭാഗം ഇങ്ങനെ ചെത്തി മാറ്റിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ശരിക്കും ഇടിച്ചക്ക ഇങ്ങനെ മുറിച്ചെടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ഉള്ള ശക്തി മുഴുവൻ ഇട്ടിട്ട് വേണം അതുപോലെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൊലിയും കൂടെ ചെത്താൻ നിന്നാൽ പിന്നെ കൂടുതൽ സമയം വേസ്റ്റ് ആവും, ഒരുപാട് നേരം വേണം അതിൻ്റെ തൊലി ചെത്താൻ. പിന്നെ കയ്യിലൊക്കെ വെച്ചിട്ട് തൊലി ചെത്തി കളയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കത്തി കൈമ തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ ഇടിച്ചക്ക വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇതുപോലെ വട്ടത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നടുഭാഗത്തെ പീസ് കുറച്ച് വീതി കൂടിയിട്ടുള്ള പീസായതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു പകുതി വെച്ചിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ചക്കയുടെ വിളഞ്ഞ് കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചക്ക മുറിക്കുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിലുള്ള വിളഞ്ഞൊക്കെ നമുക്ക് ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് നമുക്കത് ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇടിച്ചക്ക ഇത്രയും ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷർ അനുസരിച്ചിട്ട് കേട്ടോ. ആവിയൊക്കെ ഒരുപാട് പോകുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ 5 വിസിൽ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു കുക്കറിൽ 4 5 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്കൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുത്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഇതിൻ്റെ തൊലി കളയാൻ കണ്ട തൊലി ഇങ്ങനെ പിടിച്ചാൽ തന്നെ കയ്യിൽ പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കൊരു പഴം മുറിച്ചെടുക്കുന്ന അത്ര ശക്തിയും കൂടെ വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഇടിച്ചക്കയുടെ തൊലി കളയാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കത്തി വെറുതെ അങ്ങ് ഓടിച്ചു കൊടുത്താൽ തന്നെ മതി, ഇതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും. ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു നടുവിലെ ഭാഗം അത് നമുക്ക് ആവശ്യമില്ല, അതൊന്ന് മാറ്റാം. അപ്പോൾ എല്ലാ പീസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കത്തി വെച്ചിട്ട് അരിഞ്ഞെടുക്കില്ല. നമ്മൾ ഉള്ളിയൊക്കെ കുത്തുന്ന അതുപോലെയുള്ള കല്ലുണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ തന്നെ ഇത് നല്ല ചതഞ്ഞിട്ട് നമ്മൾ കത്തിയൊക്കെ വെച്ചിട്ട് ചെറുതായി അരിഞ്ഞ അതുപോലെ തന്നെ ആവും കേട്ടോ. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. മിക്സിയുടെ ജാറിലിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പറ്റങ്ങ് അരഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് തോരൻ അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഹാഫ് കുക്കായത് മാത്രമുള്ള മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് പിന്നെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നാലുള്ളൂ നമുക്കൊരു ഈ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുഴുവനും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം അല്പം ഒരു 2 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. വറ്റൽമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചതച്ചിട്ട് കൊടുക്കാം. തേങ്ങയും വെളുത്തുള്ളിയും കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കാന്താരി മുളകിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കാം കേട്ടോ. ഇതുപോലെ നാടൻ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും കാന്താരി മുളകൊക്കെ ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ചെടുത്തിട്ടുള്ള ഇടിച്ചക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ ആ വേവിച്ച സമയത്ത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്